ഇത് നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടുണ്ടായ ഡ്രാഗൺ ഫ്രൂട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല മധുരം ഉണ്ടായിരുന്നു. രണ്ടെണ്ണാട്ടുണ്ടായത് ആദ്യം. ഇനി രണ്ടെണ്ണം പൂവിട്ട് നിൽക്കുന്നുണ്ട്, കായ്ച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കാക്കു സൗണ്ട് ബോക്സ് നേരാക്കുന്നുണ്ട്. അത് വണ്ടിയിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അത് പഴയത് ഒന്ന് കിട്ടിയതാണ്, വേറെ വണ്ടിയിൽ ഉണ്ടായിരുന്നതാണ്. അത് നേരാക്കുകയാണ്, എന്നിട്ട് വണ്ടിക്ക് വെക്കാനാട്ടോ. ഇത് ഞാൻ മാവേലി സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ് ഈ നൂഡിൽസ്. ഇതിൻ്റെ ഒപ്പം ഒരു സംഭവം ഫ്രീ ഉണ്ട് കേട്ടോ, ഒരു മസാലയാണ്. സാധാരണ ഇപ്പിയിൽ കിട്ടാറില്ല ഇതിങ്ങനെ ഒരു മസാല ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കുകയാണ് ആ മസാല. ഇത് വേവിച്ചതിന് ശേഷം നമ്മൾ കഴിക്കുന്ന സമയത്താണ് അതിൽ ഇടേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള മസാല ഇട്ടെടുത്തിട്ട് അത് വേവിച്ചെടുക്കുകയാണ്, വെള്ളമൊക്കെ ഒഴിച്ചിട്ട്. സാധാ നൂഡിൽസ് മസാല മാത്രം ചേർത്തിട്ട്, അതിലുള്ള മസാല മാത്രം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ വേറെ പ്രത്യേകിച്ചൊന്നും ഇതിൽ ചേർക്കണില്ല കേട്ടോ. വേണ്ടോ, ഈ ഒരു സംഭവമാണ് ഇതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയത്. അത് കഴിക്കുന്ന സമയത്താണ് നമ്മൾ അതിൽ ചേർക്കുക. പിന്നെ ഇതൊക്കെ മാവേലിയിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണ്. പാത്രത്തിലാക്കുകയാണ്. പഞ്ചസാര ഇവിടെ പാത്രത്തിലുണ്ടായിരുന്നു, അതറിയാതെ ഞാൻ പിന്നെ വാങ്ങിയതാട്ടോ. അപ്പോൾ പിന്നെ അത് ഏതായാലും പാത്രത്തിലാക്കി. ഇത് എടുത്തൊക്കെയുള്ള പാത്രമാണ്, നമ്മളെപ്പോൾ ഉപയോഗിക്കുന്ന പാത്രം ഇതാണ് കേട്ടോ. ഇതെന്നാണ് പഞ്ചസാര എടുക്കല്. അപ്പോൾ കുറച്ച് അതിലും കുറച്ച് ഇതിലും ആക്കി വെച്ചു. ഈ മാവേലിക്ക് മുമ്പ് ഈ കവറുകളൊക്കെ കൊണ്ടുപോകണം കേട്ടോ. പഞ്ചാരയും ചായപ്പൊടിക്ക് മേടിക്കാൻ നമ്മൾ വീട്ടിൽ നിന്ന് കവർ കൊണ്ടുപോകണം. അപ്പോൾ ഈ കവറുകളൊക്കെ ഞാൻ ഇനി എടുത്ത് വെക്കും. പിന്നെ ചായപ്പൊടി പാത്രത്തിലാക്കാണ്. അങ്ങനെ എല്ലാ ചായപ്പൊടിയും പഞ്ചസാരയും പിന്നെ പയറും ഉഴുന്ന് അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങിയിരുന്നു കേട്ടോ. സബ്സിഡി എല്ലാതും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചായപ്പൊടി പാത്രത്തിലാക്കി. ചായപ്പൊടിൻ്റെയും പാക്കറ്റ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ, അതെനിക്ക് ഓർമ്മയില്ലാതെ ഞാൻ വീണ്ടും വാങ്ങിയിട്ടോ. ഉഴുന്ന്, ഉലുവ, ജീരകം, കടുക് എല്ലാ ഐറ്റംസുകളും ഉണ്ടായിരുന്നു കേട്ടോ. മല്ലിയും വാങ്ങിയിട്ടുണ്ട്. വെളിച്ചെണ്ണക്ക് 200 എത്ര ഇട്ടുള്ളൂ കേട്ടോ വില. കടയിലൊക്കെ 500 രൂപ ഉണ്ട് ഒരു ലിറ്ററിന്. അപ്പോൾ ഞാൻ മാവേലിയിൽ നിന്ന് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടോ. പിന്നെ ഇതെല്ലാം ഞാൻ പാത്രത്തിലാക്കി വെക്കട്ടെ. ഓക്കെ ഇങ്ങനെ അറിയുന്നു. സാധനങ്ങളൊക്കെ പാത്രത്തിലാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ന്യൂഡിൽസ് വെന്തിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അത് ചൂടാറാൻ വെക്കണം, എന്നിട്ട് വേണം കേട്ടോ മക്കൾക്ക് കൊടുക്കാൻ. അപ്പോൾ കണ്ടോ, ഈ വെളിച്ചെണ്ണ ഞാനിപ്പോൾ കുപ്പിയിലാക്കാമെന്ന് വിചാരിച്ചെടുത്താണ്. പക്ഷേ കുപ്പിയിൽ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതവിടെ എടുത്തുവെച്ചു കേട്ടോ. ഫുള്ള് കഴിഞ്ഞിട്ട് ആക്കിയൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ ഈ കവറുകളൊക്കെ നേരെ എടുത്തേക്കാണ്. അടുത്ത മാസം മാവേലി പോകുമ്പോൾ ഇതെല്ലാം കൊണ്ടുപോകണം. ഇവിടെ അടുത്തുള്ള മാവേലിയിൽ ഇങ്ങനെ കേട്ടോ. അങ്ങാടിയിലുള്ള മാവേലി നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പാക്കറ്റുകളായിട്ട് നമുക്ക് കിട്ടും. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ അടുത്തേക്ക് പോകാൻ സൗകര്യം ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യല് കേട്ടോ. കവർ കൊണ്ടായാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ ന്യൂഡിൽസ് പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇനി ഇത് പരത്തി വെച്ചിട്ട് കുറച്ച് നേരം ചൂടാറാൻ വെക്കും, എന്നിട്ട് അവർക്ക് കൊടുക്കും കേട്ടോ. ഈ ന്യൂഡിൽസൊക്കെ എപ്പോഴെങ്കിലും ഉള്ളൂ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുക. നല്ല സാധനം, നല്ല ദഹിക്കൂര. അതുകൊണ്ട് ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ കേട്ടോ. ഇത് മാവേലിയിൽ നിന്ന് കണ്ടപ്പോൾ മേടിച്ചതാണ്, അല്ലാതെ ഞാൻ അങ്ങനെ വാങ്ങിക്കൊടുക്കലൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ ഒരു പോപ്കോണിൻ്റെ പാക്കറ്റ് ഉണ്ടോ, ഇത് നല്ല ഒരു വട്ടം ഞാൻ മേടിച്ചിരുന്നു കേട്ടോ. ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാവും ചെയ്യും, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുക്കണതാണ്. പിന്നെ സേമിയ ഉണ്ട്, പിന്നെ കമ്പിച്ചരി സേമിയ ഉപ്പുമാവിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അതാ ഒരുക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ ആ മസാല അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ടൊമാറ്റോ കെച്ചപ്പില്ലേ അതിൻ്റെയൊക്കെ ടേസ്റ്റ്, പക്ഷേ അതിലേറെ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും ഞാനും ഒന്ന് കഴിച്ചു നോക്കി. എനിക്ക് ന്യൂഡിൽസ് അത്ര വലിയ ഇഷ്ടമില്ല, പക്ഷേ ഞാൻ ഈ ഒരു
ഈ ഒരു സോസ് ഉള്ളതുകൊണ്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കഴിച്ച് നോക്കിയിട്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി ഞാൻ മീൻ കറി ഉണ്ടാക്കണം കേട്ടോ. മീൻ കറി പുളി വെക്കണം, തേങ്ങ നടക്കാതെ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയിട്ട് അങ്ങനത്തെ ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഈസി ആയിട്ടുള്ളൊരു കറിയാണ്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ചെറിയ ഉള്ളി കുറച്ചധികം ഇട്ടുകൊടുക്കണം, അരിഞ്ഞിട്ടോ അല്ലെങ്കിൽ ചതച്ചിട്ടോ ഇട്ടുകൊടുത്താൽ മതി. അതിന് ശേഷം പിന്നെ ഈ ഒരു പുളിവെള്ളം ഒഴിച്ചിട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇട്ടത് ഉണ്ടാക്കുക. ചെറുള്ളി വാട്ടുക ചെയ്യുക, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ കൂടെ വാട്ടണം. പിന്നെ അതൊക്കെ അതിന് ശേഷം ഇങ്ങനെ പുളി വെച്ചിട്ട് മസാലപ്പൊടികളും ഇട്ടിട്ട് തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം മീൻ ഇട്ടുകൊടുക്കുക, പിന്നെ വേവിക്കുക. അത്ര തന്നെ കേട്ടോ. അതാണ് നമ്മളുടെ സിമ്പിളായിട്ടുള്ള മീൻ കറി. അപ്പോൾ അതാ മീൻ വന്നിട്ടുണ്ട്. ഈ മത്തി പൊരിച്ചപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതുകൊണ്ടാട്ടോ മത്തി കറി വെച്ചത്. പഞ്ഞൊക്കെ ഉണ്ട്, പക്ഷേ ടേസ്റ്റ് ഇല്ല. ആ ഉണ്ട മത്തി ഉണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് ഇതിന് കിട്ടുള്ളത്. ചെറിയൊരു മത്തിയാണ്. അപ്പോൾ അങ്ങനെ അതവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വാഴക്ക ഉപ്പേരി ഉണ്ടാക്കിയെന്നോ അത് തൂമിക്കാൻ വേണ്ടിയിട്ട് ഉള്ളി വഴറ്റിയും കൊണ്ടിരിക്കുകയാണ്. വെളിച്ചെണ്ണയിലാണ് ഉള്ളി തൂമിക്കുന്നത്. വെളിച്ചെണ്ണ തൂമിച്ചാലാണ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഓയിലൊന്നും ഞാൻ തൂമിക്കാറില്ല കേട്ടോ. മറ്റുള്ളതിനൊക്കെ പൊരിക്കാനൊക്കെ ഓയിൽ തന്നെ എടുക്കൽ. അപ്പോൾ കുക്കറിൽ തന്നെ വേവിച്ച് വെച്ചിരിക്കാൻ കേട്ടോ വാഴക്ക. നല്ലോണം വെന്തോ ഉടയാൻ അവിടെ എല്ലാവർക്കും. കഷ്ണങ്ങളിങ്ങനെ ആയി കിടക്കുന്നത് ആർക്കും ഇഷ്ടമല്ല. ഉടങ്ങിയിട്ടിങ്ങനെ ഒരു എന്താ പറയുക ചക്കക്കൂട്ടാൻ പോലെ ആവണം കേട്ടോ. അപ്പം ഞാൻ കുക്കറിൽ നല്ലോണം വേവിച്ച് വെക്കും. എന്നിട്ട് പിന്നെ തൂമിച്ചിട്ട് അതിക്കിടുമ്പോൾ ഇട്ടിട്ട് നല്ലോണം ഇളക്കുമ്പോൾ ഉടങ്ങി കിട്ടും. അങ്ങനെ നമ്മൾ അടുപ്പത്തുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ പഴയ ചോറ് ലേശം ഉണ്ടായിരുന്നു, അത് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടോ. ഇനി തീ കത്തിക്കൊന്നുമില്ല, ഉള്ള തീയിൽ അതങ്ങനെ തിളക്കും. പിന്നെ അത് അടുക്കള തുടക്കുകയാണ്. ബാക്കിയുള്ളവരൊക്കെ തുടച്ച് കഴിഞ്ഞിരുന്നു കേട്ടോ. അടുക്കള പിന്നെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് തുടച്ചത്. പിന്നെ വൈകുന്നേരം ഞങ്ങൾ നാത്തൂൻ്റെ വീട്ടിൽ പോയിട്ടോ. അപ്പോൾ കുറച്ച് റംബുട്ടാൻ വാങ്ങി. വൈക്കന്ന് കണ്ടതാണ് റംബുട്ടാൻ. ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കൂട്ടിയിട്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അതുപോലെ 2 ഐറ്റം പോപ്കോൺ മേടിച്ചു. അത് എനിക്ക് തിന്നാൻ വേണ്ടിയിട്ട് മേടിച്ചതാട്ടോ. പോണ പൊക്കെ ഞങ്ങൾ കാക്കൂൻ്റെ പണിസ്ഥലത്ത് ഒന്ന് പോയി. അവിടുത്തെ കമ്പനിയാണ് കേട്ടോ ഇത്, കാക്കു പണിയെടുക്കുന്ന കമ്പനിയാണ്. അപ്പോൾ അവിടുത്തെ വണ്ടികളാണ് ഇതൊക്കെ. എല്ലാ വണ്ടികളും കാക്കു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അതാണ് കമ്പനി. ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഐസ് പൊടിക്കുകയാണ് കേട്ടോ. ഐസ് പൊടിക്കുന്ന മെഷീനാണ് അതിൽ. അവിടുത്തെ ആൾ ഐസ് പൊടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നെ എടുക്കണുണ്ടോ, ഇനി വൈറലാക്കുമോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. വീഡിയോ എടുക്കണത് മൂപ്പർക്ക് കുഴപ്പമില്ല തോന്നിയപ്പോൾ ഞാൻ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ അയാൾ അവിടുന്ന് പോയി. ആ മെഷീൻ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ നല്ല കോടമഞ്ഞ് കണ്ടു കേട്ടോ. നമ്മൾ പൊന്നിയൂർച്ചി ബൈപ്പാസിലുള്ള ആ ഒരു മല ഉണ്ടല്ലോ, അവിടെ നല്ല കോടമഞ്ഞ് കണ്ടു. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ കഴിഞ്ഞു കേട്ടോ.